കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6 മുതലുള്ള തിരുവചന ഭാഗം. ഒരു സാബത്തിൽ യേശു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലതുകൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. നിയമജ്ഞരും ഫരിസേയരും യേശുവിൽ കുറ്റമാരോപിക്കാൻ പഴുതു നോക്കി. സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൈ ശോഷിച്ചവനോട് ഇങ്ങനെ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് വലത് കൈ ശോഷിച്ച ഒരുവനെ കർത്താവ് സുഖപ്പെടുത്തുന്ന രംഗമാണ്. നമുക്കറിയാം, മജോറിറ്റി ഭൂരിപക്ഷം ആൾക്കാർ വലത് കൈ ഇടത് കൈയേക്കാൾ വലത് കൈ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ചിലരൊക്കെ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. വേറെ ചിലർ ബൈ പ്രാക്ടീസ് കൊണ്ടായിരിക്കാം രണ്ട് കൈയും അവർക്ക് ഏതാണ്ട് ഒരുപോലെ പ്രവർത്തിക്കാൻ പറ്റും. അതല്ലെങ്കിൽ കോമണായിട്ട് നമ്മൾ കാണുന്നത് വലത് കൈ. ഈ കൈ ശോഷിച്ചു പോയി കഴിഞ്ഞാൽ, ഈ കൈ പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ, നമുക്കറിയാം രണ്ട് കൈ ഉണ്ടായിട്ട് തന്നെ എന്തോരം ബുദ്ധിമുട്ട്. അപ്പോൾ അതിലൊരു കൈ പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണേലും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണേലും മറ്റേത് കാര്യം എടുത്താലും ഇതിലേതെങ്കിലും ഒരു കൈ ശോഷിച്ചു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, ഒരു ഇമ്പിഡിമെൻ്റാണ്. സാധാരണ ഈ കൈ ശോഷിക്കുന്നിടം വരെ ആരും അതിൻ്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇത് കഴിയുമ്പോഴത്തേക്കാണ്, എൻ്റെ ദൈവമേ, ഒരു കൈക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് ഇപ്പം എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും ദൈവത്തിന് നന്ദി പറയാനും സാധിക്കണം എന്ന് വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 103 രണ്ടാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവ് ചെയ്ത നന്മകളൊന്നും മറക്കരുത്. ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവരുടെ ഗണത്തിൽപ്പെടും. അങ്ങനെ ഒരു ദുരവസ്ഥ ദൈവമക്കൾക്കുണ്ടാകരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഒത്തിരി പേരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതം പോലും അതിലൂടെ അസ്വസ്ഥമാകും. നമുക്കറിയാമല്ലോ, ഒരു 10 കാര്യങ്ങളിൽ 8 കാര്യവും നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യമാണ്. 2 കാര്യങ്ങൾ ഒരല്പം വേദനാജനകമായ കാര്യങ്ങൾ. ഞാൻ രാവിലെ പല്ല് തേക്കാൻ ബ്രഷ് എടുക്കുമ്പോൾ മുതൽ ഈ 2 കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഇരിക്കും. ഞാൻ നാവെടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ ഇതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി കൊണ്ട് നിറയും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ഈ അവസ്ഥയിൽ ജീവിച്ച് മറ്റുള്ളവരെ നമ്മൾ അസ്വസ്ഥരാക്കരുത് എന്നുള്ള ഒരു സന്ദേശം ദൈവം നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. ക്യാൻസർ രോഗിയായിട്ടുള്ളൊരു സ്ത്രീ പങ്കുവച്ചൊരു കാര്യമാണ്. എനിക്ക് വലിയ വിഷമങ്ങളൊക്കെ വേദനകളൊക്കെ വന്നാലും ഞാനത് കടിച്ചമർത്തി പുറമേ കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം ഞാൻ എൻ്റെ വേദന പുറമേ കാണിച്ചാൽ എൻ്റെ ഭർത്താവ് എന്നെക്കാളും ഡിപ്രഷനിലേക്ക് പോകും, നിരാശനാകും, വേദനിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വേദനകൾ പ്രയാസങ്ങൾ കാണിക്കാതിരിക്കുന്നത്.
ഇങ്ങനത്തെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഒരുപാട് നന്മകളുള്ളപ്പോൾ അതെല്ലാം മറന്നിട്ട് പരാതി പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമോ? ജോബിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതെടുക്കുന്നത് പോലെ തന്നെ അല്പം വേദനാജനകമായ കാര്യങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ അതും എടുക്കേണ്ടതല്ലേ? അതോ നമുക്ക് സന്തോഷം മാത്രമേ പറ്റുള്ളൂ? എപ്പോഴും എല്ലാ വിധത്തിലും ഞാൻ എന്ത് ചെയ്താലും, ഞാൻ പാപം ചെയ്താൽ പോലും എനിക്ക് സന്തോഷം വേണം, കർത്താവ് എന്നെ ആ രീതിയിൽ എന്നെ പരിപാലിക്കണമെന്ന് ചിന്തിക്കുന്നത് അതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? അതുകൊണ്ട് ജോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, സന്തോഷമുള്ള കാര്യം വരുമ്പോൾ അതെടുക്കും പോലെ തന്നെ വേദനാജനകമായ കാര്യം വരുമ്പോൾ അത് നമ്മൾ എടുക്കണം. അതിനൊക്കെ ആത്മീയതയിൽ നമ്മൾ വളരണം. പ്രായം ചെന്നാൽ പോരാ, പ്രായമായാൽ പോരാ. എത്ര പ്രായം ചെന്നെന്ന് പറഞ്ഞാലും ആത്മീയത വരണമെന്നൊന്നുമില്ല. ആത്മീയത ഉള്ളവർക്കാണ് ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ഈ അധ്യായത്തിൻ്റെ ഒരു കാതലായ സന്ദേശം നമ്മൾ വളരണം എന്നുള്ളതാണ്. ആത്മീയമായിട്ട് നമ്മൾ വളരണം എന്നുള്ള ആ ഒരു സന്ദേശമാണ്. അതിൻ്റെ അവസാന വചനം 48-ാമത്തെ വചനം പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ ആ പിതാവിൻ്റെ മക്കളായ നിങ്ങളും പരിപൂർണരാകണം. ഈ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനും അധ്വാനിക്കാനും കടപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഈ വളർച്ച വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ചില നേട്ടങ്ങളെക്കുറിച്ച് അവിടുന്ന് പുറകോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ വചനഭാഗത്തിലൂടെ 43 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവരെ നീ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് കാര്യം? അത് ചുങ്കക്കാരും പാപികളും ചെയ്യും. പക്ഷേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനായി മകളായി നിനക്ക് മാറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് ശത്രുക്കളെപ്പോലും സ്നേഹിക്കണം, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിൽ എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റും? ചിലരെ വിഷ് ചെയ്താൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ് തിരിച്ചൊന്ന് പറയുക പോലും ഇല്ലാത്തവർ. എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിത പങ്കാളി ചോദിച്ചതാണേലും മുഖം മറുവശത്തേക്ക് തിരിച്ചിട്ട് നടന്നു പോകുന്നവരെ കാണാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഈ ഒരു ലെവലിലേക്ക് ഉയരാൻ പറ്റിയെന്ന് പറയാൻ പറ്റും? നിൻ്റെ ശത്രുക്കൾക്ക് പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പോലും നന്മ ചെയ്യണം എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. മത്തായി 5:20 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മിനിമം ഭക്തിയും ആത്മീയതയുമായിട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന്. നമ്മളെക്കാളൊക്കെ ഒരുപാട് നിയമം പാലിക്കുകയും അങ്ങനെ ഉപവാസം നോക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു ഫരിസേരും നിയമജ്ഞരും. ഇനി അവരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എങ്ങും എത്തിയിട്ടില്ലെന്ന്. എന്നിട്ട് പോലും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേരുടെയും നീതിയെ അതിശയിപ്പിക്കുന്നതല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകില്ല. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഇത് ഗൗരവപൂർവ്വം എടുക്കേണ്ട കാര്യമല്ലേ? നിങ്ങളുടെ നീതി, നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ സ്നേഹം നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ, സ്നേഹത്തെ അതിശയിപ്പിക്കുന്നതായിരിക്കണം. ഇനി അത് വെച്ച് നോക്കിയാൽ എത്ര പേർക്ക് പാസ് മാർക്ക് കിട്ടുമെന്ന് നമ്മൾ ഇരുന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് വളരാൻ പറ്റണം. അതിന് മത്തായി 5 ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ അവസാനം തുടങ്ങി പുറകോട്ട് വരുമ്പോഴാണ്. ക്ലൈമാക്സ് എന്ന് പറയുന്നത് 11-12 വചനങ്ങൾ വായിച്ചാൽ മതി. മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ ഭാഗ്യപ്പെട്ടവരെന്ന് കാണുക, ആനന്ദിച്ചാഹ്ലാദിക്കുക. ഇതിൻ്റെയൊക്കെ പൊട്ടും പൊടിയും വന്നു കഴിയുമ്പോൾ തന്നെ പിന്നെ ആരോടും മിണ്ടണമെന്നില്ല, പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണമെന്നില്ല, പിന്നെ നമ്മൾ ആകെപ്പാടെ ഡിപ്രഷനിലേക്ക് പോയ അവസ്ഥയിൽ കഴിയുന്നവർക്ക് എങ്ങനെ ഇത് നിറവേറ്റാൻ പറ്റും? നീ ചെയ്യാത്ത കാര്യം പോലും നിൻ്റെ മേൽ ആരോപിച്ച് നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നീ ഭാഗ്യപ്പെട്ട വ്യക്തിയെന്ന് മനസ്സിലാക്കണം, ആനന്ദിച്ച് ആഹ്ലാദിക്കണം. അപ്പോൾ നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് വന്നാലേ നമ്മളിന്ന് ആദ്യ വായനയിൽ കേട്ട പാപങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന്, അവിഹിത വേഴ്ച. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുടെ കൂടെ അവിഹിത വേഴ്ചയിൽ കഴിയുന്നുവെന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിൽപ്പെട്ടവർ, ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തികൾ, അപ്പനും മകളും ഒന്ന് ചിന്തിച്ച്, അമ്മയും മകനും ഒന്ന് ചിന്തിച്ച്,
അങ്ങനെയുള്ള മേഖലയിൽ പോലും അഭിഹിത വേഴ്ച ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നും ജയിലിൽ കിടക്കുന്ന അപ്പന്മാരുണ്ട്. മകളെ ഇത് തെറ്റായ രീതിയിൽ സമീപിച്ചു അല്ലെങ്കിൽ ദുരുപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ചിന്തകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ആത്മീയതയിൽ നമ്മൾ വളരണം. ആധ്യാത്മികതയിൽ നമ്മൾ വളരുമ്പോഴാണ് അത് സാധ്യമാകുക. മറ്റൊരു കാര്യം കൂടി ഇന്നത്തെ ആദ്യ വായന പഠിപ്പിക്കുന്നുണ്ട്. ആത്മപ്രശംസ. ഒരല്പം പുളിപ്പ് പ്രശ്നമാകുന്നത് പോലെ തന്നെ ആത്മപ്രശംസ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമായി മാറാം. അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സുഭാഷിതങ്ങൾ 27 വായിച്ചാൽ 1-2 വചനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ നാവല്ല നിന്നെ പ്രശംസിക്കേണ്ടത്, അന്യൻ്റെ നാവാണ്. പറയുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ പൊക്കി പറഞ്ഞ് അങ്ങനെ തള്ളുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാൽ അത് ആത്മപ്രശംസയാണ്. അത് നമ്മുടെ ആധ്യാത്മികതയെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഒരു ബോധ്യത്തിലേക്ക് വരുവാനും അതനുസരിച്ച് നമ്മുടെ ചിന്താഗതിയെ, സംസാരത്തെ, സ്വഭാവത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.